സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയല്ല മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കുഞ്ഞുങ്ങളെ മാനസികമായി ടോർച്ചർ ചെയ്യുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ ആംഗ്യമോ പോലും ഉണ്ടാകാൻ പാടില്ല. ശരിയാണ്, ഉണ്ടാകാൻ പാടില്ല. സുഹൃത്തുക്കളെ, KT ജലീലുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിലേക്കാണ്. KT ജലീൽ മണ്ണാർക്കാട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. 10ാം ക്ലാസ് +2 വിജയിച്ച കുട്ടികൾക്ക് സമ്മാനദാനമാണ്. അതിനിടയ്ക്ക് കുട്ടികൾക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ എഴുതാൻ അറിയാവോ? ഇവർ 10ാം ക്ലാസ്സും +2 ഒക്കെ പാസ്സായിട്ടുണ്ടോ? ഇവിടെ നിങ്ങൾക്കൊക്കെ ശരിക്കും ഇത് എഴുതാൻ അറിയോ എന്നൊരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് സമ്മാനം മേടിക്കാൻ വന്ന കുട്ടികളോട് ജലീല് 1-2 വാക്കുകളൊക്കെ എഴുതിച്ചു. സംഗതി ഇങ്ങനെയാണ് നടന്നത് കേട്ടോ. നോക്കൂ. ടെൻഷനായാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. എന്താണ് വർക്ക് എഴുതാൻ പറ്റുമോ? അഡ്രസ് എഴുതാൻ പറ്റുമോ? ഉറപ്പാണോ? ഇതിലൊന്നും എഴുതി. അഡ്രസ് എഴുതാൻ അറിയില്ല. എവിടോ അഡ്രസ് എഴുതാൻ അക്ഷരങ്ങൾ അറിയുമെങ്കിൽ അഡ്രസ് എഴുതാൻ എന്തുകൊണ്ട് അറിയില്ല? രവി കുലാർ എന്ന് എഴുതിക്കുന്നത് എന്താ? ഇദ്ദേഹം ഒരുപക്ഷെ ഇത് വളരെ ഫണ്ണി ആയിട്ടായിരിക്കാം KT ജലീൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക. ഇതിൽ 2 വിഷയമുള്ളത്. ഒന്ന്, മുമ്പിലിരിക്കുന്നത് 18 വയസ്സ് തികയാത്ത കുട്ടികളാണ്. ഇതൊരു ബാലാവകാശ കമ്മീഷനൊക്കെ കേസെടുക്കാൻ സാധ്യതയുള്ള ഒരു സാധനം കൂടിയെന്നാണ് എനിക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മുൻമന്ത്രി KT ജലീലിനെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു. CP അജിത ചേരുന്നു. അജിത പറയും. ശരി, ബാലാവകാശ കമ്മീഷൻ കേസെടുക്കലും കഴിഞ്ഞു. സംഗതിയൊക്കെ വളരെ പെട്ടെന്നാണ്. ഒന്നാമത് KT ജലീലാണ്. ഈ അടുത്ത് സഖാവ് എന്ന് പറയുന്ന പട്ടം ചാർത്തി കിട്ടിയ ഒരു മനുഷ്യനും കൂടിയാണ്. അപ്പോൾ പിന്നെ കേസെടുക്കലൊക്കെ വളരെ ഈസി ആയിട്ട് വളരെ വേഗത്തിൽ വേണമെന്നതാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KT ജലീലിനെതിരെ കേസെടുക്കാൻ മാത്രം അവിടെ സംഭവമുണ്ടോ? ആ കുട്ടികൾക്ക് പരാതിയുണ്ടോ? കുട്ടികൾക്ക് പരാതി ഉണ്ടെങ്കിലല്ലേ ഈ കേസ് നിലനിൽക്കുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? കുട്ടികളോട് അദ്ദേഹം ചില ഇംഗ്ലീഷിലും ഹിന്ദിയിലും അവരതിലൊക്കെ A+ ഒക്കെ വാങ്ങിച്ച കുട്ടികളാണ് അല്ലേ? സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ A+ ഉണ്ടെങ്കിൽ അവർക്കതൊക്കെ എഴുതാനും വായിക്കാൻ അറിയാം. കുട്ടികളുടെ അവരുടെ പേര്, അവരുടെ അഡ്രസ്സ്, അത് മാത്രമേ ഉള്ളൂ. അതൊന്നും എഴുതാൻ പറയുന്നു. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അതുപോലും മാന്യമായിട്ട് ഹിന്ദിയിലൊക്കെ A+ വാങ്ങിച്ച ആളുകൾക്ക് എഴുതാൻ അറിയില്ല. ഇംഗ്ലീഷിൽ A+ വാങ്ങിച്ച ആളുകൾക്ക് അത് എഴുതാൻ അറിയില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങളിതിനെ എങ്ങനെ തന്നെ തള്ളിപ്പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാലും കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് മേഖലയിലേക്കൊക്കെ അല്ലെങ്കിൽ പാരലൽ മേഖലയിലൊക്കെ പഠിക്കാൻ വരുന്ന കുട്ടികളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ 100% അതിൽ 80 ആളുകൾക്കും കൃത്യമായിട്ട് അവരുടെ പേരോ അഡ്രസ്സോ എഴുതാൻ അറിയാത്ത കുട്ടികളാണ്. ഒരു വരി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ പകർത്താൻ അറിയാത്ത കുട്ടികളാണ് ഇപ്പോഴും +2 നിൽക്കുന്നത്. ഇവർ എങ്ങനെയാണ് 10ാം ക്ലാസ് പാസ്സായതെന്ന് പറയുന്ന ഒരു വലിയ കൺഫ്യൂഷനാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പോരായ്മ അതിഭീകരമായിട്ട് ഇവർ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. ഒന്നുകിൽ അവർക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അധ്യാപകർ പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അധ്യാപകർ പഠിപ്പിച്ചാൽ ഇവർ പഠിക്കൂല. ഇങ്ങനെ പലവിധ കാര്യങ്ങളൊക്കെ ഇതിന്റെ പുറകിലുണ്ട് കേട്ടോ. പിന്നെ ഇപ്പൊ ഈ സ്വൈപ്പ് ചെയ്യുന്ന പോലത്തെ സ്പീഡിൽ ജോലി കിട്ടണമെന്നൊക്കെ വിചാരിച്ചടക്കുന്ന ഒരു ടീം കൂടിയാണ്. എന്തായാലും KT ജലീല് ഇതിങ്ങനെ ചെയ്തതിനു ശേഷം ആ കുട്ടികൾക്ക് വല്ല പ്രശ്നങ്ങളുണ്ടോ എന്ന് കൂടി മാധ്യമപ്രവർത്തകരൊക്കെ പോയി അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിട്ടിയത് അതൊരു ഉത്തരമാണ്, രസമുള്ള ഉത്തരമാണ്. അപമാനമായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. സ്കൂളത്തെ സാർമാര് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നിയിരുന്നു. ഇന്നലെ എന്ത് അവാർഡ് വാങ്ങാൻ പോയിരുന്നേ? SLC പാസ്സായതിന്റെ. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ പ്രോഗ്രാം? എങ്ങനെയുണ്ടായിരുന്നു? നല്ല പരിപാടിയായിരുന്നു. ആരായിരുന്നു വന്നിരുന്നേ? KT ജലീൽ സാറ്. എന്നിട്ട് ജലീൽ സാറ് എങ്ങനെയാണ് ഇങ്ങോട്ട് പെരുമാറ്റം, ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു അവരുടെ? സാറിന് ഒരു അധ്യാപനമായിരിക്കാണ് പറഞ്ഞിരുന്നത്. അധ്യാപനമായിരിക്കാണ് പറഞ്ഞിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അധ്യാപകനാണ്, പ്രൊഫസറാണ്. PSMO കോളേജിൽ, തിരൂരങ്ങാടി PSMO കോളേജിൽ അദ്ദേഹം ഹിസ്റ്ററി പ്രൊഫസറായിരുന്നു. അങ്ങനെ ഹിസ്റ്ററി പ്രൊഫസർ ആയിരിക്കുകയാണ് അദ്ദേഹം പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതും നമ്മുടെ യൂത്ത് ലീഗിനെതിരെയും ലീഗിനെതിരെയൊക്കെ ഒരു പിരിവിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹം പ്രശ്നമുണ്ടാക്കുന്നതും ലീഗിൽ നിന്ന് പുറത്തു പോകുന്നതും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കുറ്റിപ്പുറത്ത് മത്സരിക്കുന്നതും KT ജലീൽ സുൽത്താൻ എന്ന പേരിലൊക്കെ കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെടാൻ പോയിരുന്നതും ആ ഒരു കാലഘട്ടത്തിലാണ്. ഈ ഒരു ഇൻ്റർവ്യൂ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കുട്ടിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും മീഡിയ വണ്ണിന് ഒരു നെഗറ്റീവ് വാർത്ത കിട്ടണം. സ്വാഭാവികമായിട്ടും KT ജലീലിനോട് എതിർപ്പുള്ള ഒരു ചാനലാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് വർത്തമാനമെങ്കിലും കുട്ടികളെ കയ്യിൽ നിന്ന് കിട്ടണം. അതിനു വേണ്ടിയിട്ട് ഈ ലേഖകൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഒന്ന് കേട്ടോക്കൂ. ഹിന്ദിക്ക് എത്ര % വെച്ചിട്ട് അപ്പൊ ഹിന്ദിയിൽ കുറച്ച് എഴുതാൻ പറഞ്ഞു. എഴുതാൻ അറിയോ ചോദിച്ചപ്പോ അവിടെ നിർത്തി എഴുതിച്ചു. അപ്പൊ അതിൽ ചെറിയ തെറ്റ് വന്നു. അപ്പൊ അങ്ങനെ സാർമാര്, സ്കൂളത്തെ സാർമാര് പറഞ്ഞു തരും പോലെ അത് ശരിയാക്കി തന്നു. അത്രേ ഉള്ളു. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
അപ്പൊ നിങ്ങൾ അപമാനിച്ച തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിനോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അപമാനമായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. സ്കൂളത്തെ സാർമാര് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നിയിരുന്നു. അടിപൊളി. അതാണ് പിള്ളേര്. ആ പിള്ളേര് വൃത്തിയായിട്ട് പറഞ്ഞു, ഞങ്ങൾക്കിത് അപമാനമായിട്ട് തോന്നുന്നില്ല, ഞങ്ങൾക്ക് തെറ്റ് പറ്റി. ആ തെറ്റ് വളരെ രസകരമായിട്ട് അദ്ദേഹം തിരുത്തി തന്നു. അതൊരു പ്രശ്നം ഞങ്ങൾക്കത് ഫീൽ ചെയ്യുന്നില്ല. പുതിയ പിള്ളേരാണ്, അവർക്കൊരു പക്ഷെ അതൊന്നും അത്ര പ്രശ്നമായിട്ട് ഫീൽ ചെയ്യില്ല. ആ ഒരു ചെവിയൊക്കെ ചെറുതായിട്ട് ഒരു അധ്യാപകനെ പോലെ ഒരു സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ഒക്കെ ഭാഷയിലാണ് KT ജലീൽ അവരുടെ ചെവിക്ക് പിടിച്ച് തിരിച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയും തോന്നിയിട്ടില്ല. അതായത് നിങ്ങൾ ഒരുപാട് അവാർഡ് വാങ്ങാൻ വേണ്ടി പോയില്ല, ഫുൾ A+ കിട്ടിയോണ്ട്. അപ്പൊ ഈ പരിപാടിക്ക് പോയപ്പോ എന്താ തോന്നിയത്? നല്ല രസമുള്ള എല്ലാ പരിപാടിയുമായിരിക്കും, നല്ല പരിപാടിയായിരുന്നു. ഇന്നലെ ഞങ്ങളുടെ വാർഡിന്റെ നഗരസഭയിലെ അനുമോദ ചടങ്ങിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. KT ജലീൽ സാറായിരുന്നു വന്നത്. ഹിന്ദിയിൽ എത്ര A+ ഉണ്ടെന്ന് ചോദിച്ച് സ്റ്റേജിൽ വിളിച്ച് പേരൊക്കെ എഴുതിപ്പിച്ചു. പരിഹരിച്ചിട്ട് എന്തുണ്ടായേ? ചെറിയ അക്ഷരത്തൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിലെ അധ്യാപകൻ ചെയ്യുന്നപോലെ ജസ്റ്റ് ഒന്ന് പിടിച്ചതേ വളരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. കണ്ടില്ലേ? അപ്പോൾ കുട്ടികൾ വളരെ വൃത്തിയായിട്ട് ഇത് ഞങ്ങൾക്കൊരു അപമാനമായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്ന് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. പക്ഷേ KT ജലീലിന് കേസ് എടുത്തിട്ടുണ്ട്. ഏറ്റവും ഞാൻ അവസാനം ഒരു നല്ല രസകരമായ കാര്യം കൂടി എനിക്ക് പറഞ്ഞു തരാണ്ട് കേട്ടോ. എന്തായാലും KT ജലീൽ ഈ വിഷയത്തെ കുറിച്ചിട്ട് ജലീൽ മാപ്പ് പറയുക എന്ന് പറഞ്ഞിട്ട് MSF ഒരു പോസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ട് KT ജലീൽ ഒരു ഗംഭീര എഴുത്ത് എഴുതിയിട്ടുണ്ട്. സംഗതി ഇങ്ങനെയാണ്, സമയമുള്ളവരൊന്ന് കേൾക്കുക. നുള്ളും പൊള്ളും പിന്നെ മയയും കുയ്യയും. ഇതാണ് അതിൻ്റെ. മണ്ണാർക്കാട് ഇന്നലെ നടന്ന SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കാൻ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ ജേതാക്കളും അവരുടെ രക്ഷിതാക്കളുമാണ് പങ്കെടുത്തത്. പരിപാടിയിലേക്ക് ഞാനും ക്ഷണിക്കപ്പെട്ടിരുന്നു. കുട്ടികളുമായും രക്ഷിതാക്കളുമായും ചോദ്യങ്ങൾ ചോദിച്ചും വർത്തമാനങ്ങൾ പറഞ്ഞും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണർത്തിയുമാണ് ഉദ്ഘാടനം ചെയ്തത്. പ്രസംഗം കഴിഞ്ഞ് മുഴുവൻ പേർക്കും മൊമെന്റോ നൽകിയ ശേഷമാണ് വേദി വിട്ടത്. അതുമായി ബന്ധപ്പെട്ട് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ എനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച് രംഗത്ത് വന്നത് ഒരു വിവാദത്തിന് തിരികൊളുത്തിയതായി അറിയാനായി 12.5 വർഷം കോളേജിൽ PSMO കോളേജിൽ അധ്യാപകനായി പ്രവർത്തിച്ചയാളാണ്. 2006 നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട തുടർന്നാണ് അധ്യാപന ജീവിതത്തോട് വിട പറഞ്ഞത്. എൻ്റെ വിദ്യാർത്ഥികളെ കഴിവിൻ്റെ പരമാവധി അവർക്ക് മനസ്സിലാകും വിധം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളുമായി വളരെ സൗഹൃദത്തിലാണ് വർത്തിച്ചത്. സത്യത്തിൽ അവർക്ക് ഞാനൊരു സുഹൃത്തായിരുന്നു. എനിക്കവർ അനുജ സ്നേഹിതന്മാരും. കുട്ടികളുടെ നന്മയല്ലാതെ മറ്റൊന്നും ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. ഒരു കുട്ടിയെയും ശിക്ഷിച്ചതായി ഓർക്കുന്നില്ല. എന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ തമാശയ്ക്ക് ചിരിച്ച് ചെവിയിൽ പിടിക്കുമെന്നല്ലാതെ അവരെ വേദനിപ്പിക്കും വിധം പെരുമാറിയിട്ടേയില്ല. ഞാൻ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കുട്ടിക്ക് മറിച്ചൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻ്റായി അവർക്കത് ഈ പോസ്റ്റിന് ചുവട്ടിൽ എഴുതാം. എൻ്റെ വിദ്യാർത്ഥികളിൽ ധാരാളം MSFകാരും ഉണ്ടായിരുന്നു. അവരിൽ പലരും രാഷ്ട്രീയത്തിലോട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കും ഇങ്ങനെ വേണമെങ്കിൽ എഴുതിയിടാം. ഇനി മണ്ണാർക്കാട്ടേക്ക് വരാം. സാധാരണ അനുമോദന ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴെല്ലാം ഏകപക്ഷീയമായി പ്രസംഗിച്ച് പോരുന്ന രീതിയല്ല എൻ്റേത്. വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും ചോദിച്ചും പറഞ്ഞുമാണ് സംസാരിക്കാറ്. മണ്ണാർക്കാട്ടും അത് തന്നെയാണ് നടന്നത്. ഒരു പൊതുപ്രവർത്തകൻ എന്നതിനേക്കാൾ എന്നിൽ അധ്യാപകനാണ് അപ്പോൾ ഉയർന്നു നിൽക്കാറ്. തമാശയിലൂടെ ദേഷ്യപ്പെട്ടും ചിരിച്ചും ചിരിപ്പിച്ചും കുട്ടികൾ അവരുടെ കഴിവുകൾക്കൊപ്പം കുറവുകളും ചൂണ്ടിക്കാണിച്ച് കൊടുക്കാനാണ് ശ്രമിക്കാറ്. അതേ മണ്ണാർക്കാട്ടും നടന്നിട്ടുള്ളൂ. വീഡിയോ പൂർണ്ണമായും കണ്ടാൽ അത് ബോധ്യമാവും. ചിരിച്ചുകൊണ്ട് ഒരു കുട്ടിയുടെ ചെവിയിൽ പിടിച്ചു ചിരിച്ചു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അവനും ചിരിക്കുകയാണ് ചെയ്തത്. കുട്ടിയുടെ മുഖം ബ്ലർ ആക്കിയത് കൊണ്ട് അത് കാണുന്നില്ലെന്ന് മാത്രം. ഞാൻ ചെവിക്ക് നുള്ളുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അതെൻ്റെ രീതിയുമല്ല. ആ കുട്ടിയോട് ചോദിച്ചാൽ അത് ബോധ്യമാകും. ഏതെങ്കിലും രക്ഷിതാക്കൾക്കോ വിദ്യാർത്ഥികൾക്കോ എൻ്റെ പ്രസംഗം പ്രയാസം ഉണ്ടാക്കാനിടയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഉണ്ടായതായി ആരെങ്കിലും പറഞ്ഞാൽ തീർച്ചയായും അത് പരിഗണിക്കും. കുട്ടികൾ പിശകുകൾ സംഭവിച്ചാൽ തമാശയിലൂടെ കാര്യങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കലാണ് മുതിർന്നവരുടെ ചുമതല, പ്രത്യേകിച്ച് അധ്യാപകരുടെ. അല്ലെങ്കിൽ അവർ എത്ര വളർന്നാലും മയ, കുയി, പുയ, പുയു, മയു എന്നൊക്കെയാവും പറയുക. ഇതൊന്നും മനസ്സിലാക്കാത്തവരല്ല MSFകാർ. പാലക്കാട് ജില്ലയിൽ നടന്ന ഒരു കാര്യത്തിൽ MSF മലപ്പുറം ജില്ലാ കമ്മിറ്റി പരാതിപ്പെട്ട ഔചിത്യം മനസ്സിലാക്കുന്നില്ല. MSF മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് നല്ല നമസ്കാരം എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ട്രോൾ ചെയ്തിട്ടാണ് ജലീൽ ഇത് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റ് ആയി തോന്നിയ ഒരു സംഗതി കൂടി ഷെയർ ചെയ്യാണ്. ഒരിക്കലും കേരള സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയല്ല മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കുഞ്ഞുങ്ങളെ മാനസികമായി ടോർച്ചർ ചെയ്യുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ അല്ലേ?
ഉണ്ടാവാൻ പാടില്ല എന്നാണ് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഈ മന്ത്രി പറയുന്നത്. ഇനി മന്ത്രിയോട് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട മന്ത്രി, താങ്കൾ ഈ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് പരിഗണിക്കണം. കാരണം അല്ലെങ്കിൽ അത് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. സംഗതി ഇതാണ്. സാറിന് മനസ്സിലാവുന്നുണ്ടോ? വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ വായിച്ചു തരാം. അങ്കണവാടികളിൽ പട്ടിണിപ്പുട്ട്, പോഷകാഹാര പദ്ധതിക്ക് പണം നൽകാതെ UDF സർക്കാർ. ഈ കാര്യമൊക്കെ നോക്കിയിട്ട് പോരെ ജയിലിന് നെഞ്ചത്തേക്കിട്ട് കയറല്. ബൈ.